ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമിഗോസ്. എറണാകുളം ജില്ലയിലെ മാഞ്ഞാലി എന്ന പ്രദേശത്തുകാരുടെ ഇഷ്ടവിഭവമാണ് ഈ മാഞ്ഞാലി ബിരിയാണി. ആ സ്ഥലപ്പേര് കൊണ്ടാവാം ഈ ബിരിയാണിക്കും അതേ പേര് തന്നെ നൽകിയിട്ടുള്ളത്. എന്ത് തന്നെയായാലും ഈ ബിരിയാണി നല്ല ടേസ്റ്റിയാണ്. ഇത് നമുക്ക് ഏത് അരി കൊണ്ടും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ജീരകശാല അരിയും പറ്റും, ബസുമതി അരിയും പറ്റും. ഏത് അരി കൊണ്ടും ഈ ബിരിയാണി ഉണ്ടാക്കാവുന്നതാണ്. എൻ്റെ കൂട്ടുകാരിയാണ് ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു പാനിൽ ഞാൻ കുറച്ച് ഡാൽഡയും അതുപോലെ തന്നെ ഒരു 100 ഗ്രാമാണ് ഡാൽഡ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 100 ഗ്രാം സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതും വരാൻ തുടങ്ങുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അതൊന്ന് ചൂടായതിന് ശേഷം വേണം മുന്തിരി ഇട്ട് കൊടുക്കാൻ. എന്നിട്ടത് വറുത്ത് കോരുക. ഞാൻ ആ എണ്ണയിൽ തന്നെ ഒരു ഉണ്ട വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ആദ്യം വെളുത്തുള്ളിയാണ് ഇടേണ്ടത്. ഉടനെ തന്നെ 2-3 പട്ട, തച്ചോലം, ജാതിപത്രി, 2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഏലക്ക, ഗ്രാമ്പു ഇവയും കൂടെ അതിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് തന്നെ കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കണം. അതിന് ശേഷം ഞാൻ 1.5 കിലോ അരിയാണ് ഇതിലോട്ട് വെക്കുന്നത്. അതായത് 6 കപ്പ് അരിയുണ്ട്. അപ്പോൾ 5 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത്. ഞാൻ ബസുമതി അരി വെച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ അരി അതിലിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഈ വെള്ളം വാർത്ത് കളയുന്നൊന്നുമില്ല. ഒരു 20 മിനിറ്റ് ആവുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കുക. വെള്ളം പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ തന്നെ പുതിനയും അരിഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒന്നുകൂടെ ആവിക്ക് വെക്കുക. ആ വെള്ളം ഒന്ന് വലിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒട്ടുന്ന അരിയാണെങ്കിൽ അതിലേക്ക് കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർക്കണം. ഇപ്പോൾ നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം. ഞാൻ ചിക്കനിൽ കുറച്ച് മഞ്ഞളും ഉപ്പും മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു നാരങ്ങ നീരും പുരട്ടി വെച്ചതാണ്. ചിക്കൻ വറുത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. ഒരു 3 വലിയുള്ളി ഇട്ടു. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചെടുത്തത് ഇട്ടു. 3 തക്കാളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി വഴറ്റണം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, എരിവ് നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 4-5 ഗ്രാമ്പു, 2 പട്ട, അതുപോലെ തന്നെ ഒരു 2-3 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുക. തച്ചോലം 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു 10-20 അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുന്നുണ്ട്. അത് നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. അതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ആ മിക്സിയിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇതിന് ഗ്രേവിക്കും വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. അതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പ് നമ്മൾ പാകത്തിന് ഇട്ടതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ അതിലോട്ട് ഇടുക. പൊരിച്ചതായതുകൊണ്ട് അധികം ടൈം വേവേണ്ട ആവശ്യമില്ല.
ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ഇടണം. ഇപ്പോൾ നമ്മൾ കറിയും റെഡിയായി. ഇനി നമ്മുടെ ബിരിയാണി സെർവ് ചെയ്യാം. ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് ആദ്യം മൂപ്പിച്ചെടുത്ത ഉള്ളിയും ക്യാരറ്റും അണ്ടിപ്പരിപ്പൊക്കെ കൂടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിരുന്നു. അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ടു. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ ചോറ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക്. ആ മല്ലിച്ചപ്പിൻ്റെയും പുതിനയുടെ ഒക്കെ ടേസ്റ്റ് പ്രത്യേകിച്ച് വേറിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കറിയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഈ ചിക്കൻ നമുക്ക് വേറെ ഫുഡുക്കും കഴിക്കാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്.